ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഡൈനിങ് ടേബിളിൽ വെച്ച് നടക്കുന്ന വലിയൊരു തർക്കത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. വീട്ടുജോലിക്കാരിയായ സുനിതയെ തനിക്കൊപ്പം ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് വൈജയന്തി ശ്രമിക്കുന്നു. എന്നാൽ ഇത് കണ്ടെത്തിയ ബാലചന്ദ്രൻ സുനിതയോട് ഇരിക്കാൻ വരട്ടെ എന്ന് പറഞ്ഞു തടയാണ്. പണ്ട് അലീനയെ ഈ ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചതിനെക്കുറിച്ച് വൈജയന്തി ഓർമ്മിപ്പിക്കുമ്പോൾ അലീന പോയതോടെ ഞാൻ ആ പരിപാടി ഇങ്ങ് നിർത്തിയെന്ന് ബാലചന്ദ്രൻ തിരിച്ചടിക്കുന്നു. തുടർന്ന് നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്നവളെ ഇരുത്താമെങ്കിൽ ഞാൻ കൊണ്ടുവന്നവളും ഇവിടെ ഇരുന്ന് കഴിക്കുമെന്ന് വൈജയന്തി വാശി പിടിക്കുമ്പോൾ, എന്നാൽ നിങ്ങൾ കഴിച്ചോ, ഞങ്ങൾക്ക് കഴിക്കാൻ വേറെ ടേബിൾ മേടിച്ചോളാം എന്ന് പറഞ്ഞ് ബാലചന്ദ്രനും മക്കളും അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. പിന്നീട് ബാലചന്ദ്രൻ എഴുന്നേറ്റ് പോയെങ്കിലും വൈജയന്തി സുനിതയോട് കണ്ണുകൊണ്ട് കാണിച്ച് അവിടെ തന്നെ ഇരുത്തുന്നു. എന്നാൽ ഇത് സഹിക്കാനാവാതെ കൃഷ്ണമോള് ചാടി എഴുന്നേറ്റ്, ചേച്ചി ഇവിടെ ജോലി ചെയ്യാൻ വന്നതാണോ അതോ കുടുംബകലഹം ഉണ്ടാക്കാൻ വന്നതാണോ എന്ന് സുനിതയോട് തുറന്നടിക്കുന്നുണ്ട്. ഇതോടെ വിഷമത്തിലായ സുനിതയാണെങ്കിൽ താൻ എല്ലാ വീട്ടിലും അടുക്കളയിൽ ഇരുന്നാണ് കഴിക്കാറുള്ളതെന്ന് പറഞ്ഞു മാറുമ്പോൾ വേലക്കാരിക്ക് മുൻപിൽ പോലുമേറ്റ തിരിച്ചടിയിൽ വൈജയന്തി തീർത്തും നിരാശയാകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അലീനയെയാണ് കാണിക്കുന്നത്. അപ്പോൾ വല്യപ്പച്ചന് ഭക്ഷണം വിളമ്പി കൊടുത്ത് അലീനയും കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അവിടേക്ക് സ്റ്റാൻലി വരുന്നുണ്ട്. പൗലോസ് വിളമ്പി കൊടുത്ത ചോറും കറിയും കഴിക്കാൻ അലീന സ്പൂൺ എടുക്കുന്നുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് കൈകൊണ്ട് കഴിക്കാനായിട്ട് തുടങ്ങുന്നു. ഇതാണെങ്കിൽ സ്റ്റാൻലിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഈ വീട്ടിൽ ചില ഡിസിപ്ലിനുകൾ കീപ്പ് ചെയ്യണമെന്നും അതനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ എന്നും സ്റ്റാൻലി പറയുമ്പോൾ വല്യപ്പച്ചൻ അലീനയ്ക്ക് പിന്തുണയുമായിട്ട് എത്തുന്നു. അവൾക്ക് കൈകൊണ്ട് കഴിക്കുന്നതാണ് ശീലമെങ്കിൽ അവൾ അങ്ങനെ കഴിച്ചോട്ടെ, നീ അതിൽ ഇടപെടണ്ട എന്ന് വല്യപ്പച്ചൻ പറയുമ്പോൾ, ഇതെൻ്റെ വീടാണ്, എൻ്റെ അപ്പനായാലും ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന ഡിസിപ്ലിൻ അനുസരിച്ചേ പറ്റൂ എന്ന് തീർത്ത് പറയുകയാണ് കേട്ടോ സ്റ്റാൻലി. പണ്ട് അനാഥാലയത്തിൽ കഴിഞ്ഞപ്പോൾ കൂട്ടുകാരുമായി ചേർന്ന് ചോറ് കുഴച്ച് കഴിച്ചതിൻ്റെ രുചിയെക്കുറിച്ചും കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നക്കി തുടച്ച് കഴിക്കുമ്പോഴുള്ള അസംതൃപ്തിയെക്കുറിച്ചും അലീന ഓർത്തെടുക്കുന്നുണ്ട്. പഴയകാലത്ത് മീൻകറി ചട്ടിയിൽ ചോറിട്ട ചിന്നമ്മ കുഴച്ചു തന്നതിൻ്റെ മാധുര്യം വല്യപ്പച്ചനും ഓർത്തെടുക്കുന്നുണ്ടെങ്കിലും സ്റ്റാൻലിയുടെ ആ ഒരു ദേഷ്യം മാറുന്നില്ല. നീ ഇപ്പോൾ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ്, ആ രീതിയിൽ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവിടെ നിന്നും ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നു. പിന്നീട് അലീനയുടെ മുറിയിലെത്തുന്ന സ്റ്റാൻലി വീണ്ടും തൻ്റെ ഡിസിപ്ലിൻ തിയറികളൊക്കെ വിവരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അലീന വളരെ ശാന്തമായും എന്നാൽ കൃത്യമായിട്ടും സ്റ്റാൻലിക്ക് മറുപടി നൽകുന്നു. ഈ വീട്ടിൽ എന്ത് ഡിസിപ്ലിൻ ഉണ്ടെന്നാണ് പപ്പ പറയുന്നത്? ഇവിടെയുള്ളവർ പപ്പയെ അനുസരിക്കുകയല്ല, പകരം വിധേയരായിട്ട് നിൽക്കുകയാണ്. 24 മണിക്കൂറും ഒരു കയ്യിൽ മദ്യവും മറുകൈയിൽ സിഗരറ്റുമായി ജീവിക്കുന്ന ഒരാളാണോ ഡിസിപ്ലിനെ കുറിച്ച് പറയുന്നത്? പട്ടാളക്കാരനായ ഗംഗാധരൻ അങ്കിളിൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ച് അലീന ഓർമ്മിപ്പിക്കുമ്പോൾ സ്റ്റാൻലിക്ക് ഒന്നും പറയാനില്ലാതാകുന്നു. 23 വർഷത്തെ തൻ്റെ ശീലങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ കഴിയില്ല എന്നും പപ്പയോട് പെട്ടെന്ന് മദ്യപാനം നിർത്താൻ പറഞ്ഞാൽ ഉണ്ടാകുന്ന അത്രയും ബുദ്ധിമുട്ട് തനിക്കുണ്ടെന്നും അലീനയും വ്യക്തമാക്കുന്നു. തെറ്റുകൾ മനസ്സിലാക്കിയാൽ തിരുത്തേണ്ടേ എന്ന് അലീന ചോദിക്കുമ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ് കേട്ടോ ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ നെടുമ്പുരിക്കൽ തറവാട്ടിൽ ഒരു പുതിയ വേലക്കാരി 6:30 എഴുന്നേൽക്കാത്തതിനെ ചൊല്ലി വൈജയന്തി തർക്കത്തിൽ ഏർപ്പെടുന്നു. 5:30 എഴുന്നേൽക്കണമെന്ന് വൈജയന്തി പറയുമ്പോൾ അതൊന്നും പറ്റില്ല എന്നും തറയിൽ കിടന്നാൽ നടുവേദന എടുക്കും എന്ന് വേലക്കാരി പറയുന്നുണ്ട്. തുടർന്ന് അടുക്കളയിലെത്തുന്ന വൈജയന്തി കാണുന്നത് ബബിത ദോശ ഉണ്ടാക്കുന്നതും രോഹിത് കറിക്കുള്ളത് അരിഞ്ഞു കൊടുക്കുന്നതുമാണ്. അടുക്കളയിൽ കയറി ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ തങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചത് അലീന ചേച്ചിയാണെന്ന് കൃഷ്ണമോളും ബബിതയും രോഹിതൊക്കെ പറയുന്നുണ്ട്. അലീനയുടെ പേര് ഈ വീട്ടിൽ ഉച്ചരിക്കരുതെന്നും അവൾ പഠിപ്പിച്ച ശീലങ്ങളൊന്നും ഇവിടെ നടപ്പില്ലെന്നും വൈജയന്തി ക്രോധത്തോടെ പറയുന്നുണ്ട്. ഇത് കേട്ട് സഹികിടന്ന രോഹിത്താണെങ്കിൽ, എൻ്റെ പൊന്നു അമ്മേ, ഇനിയും ഈ വീട് നരകമാക്കരുത്, ഞങ്ങൾ എങ്ങനെയൊക്കെയോ സ്നേഹത്തോടെ മുന്നോട്ട് പോവുകയാണെന്ന് തുറന്നു പറയുന്നുണ്ട്. അത് കേട്ട് ദേഷ്യം സഹിക്കാനാവാതെ ബബിതയാണെങ്കിൽ ദോശയുണ്ടാക്കുന്നത് നിർത്തി ഇറങ്ങിപ്പോകുന്നു. വേലക്കാരിയോടാണെങ്കിൽ തങ്ങളെ മേഡം എന്നോ കൊച്ചമ്മോ എന്നോ മാത്രം വിളിച്ചാൽ മതിയെന്ന് വൈജയന്തി കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നാളത്തെ അതിരസകരമായിട്ടുള്ള പ്രമോയും കാണിക്കുന്നുണ്ട്. മക്കളെയും കൂട്ടി പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്ന ബാലചന്ദ്രനോട് വൈജയന്തി തർക്കിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ആരാ എന്ന് വൈജയന്തി ചോദിക്കുന്നു. അതിന് ബാലചന്ദ്രൻ നൽകുന്ന മറുപടി കേട്ടാൽ ആരും കൈയടിച്ചു പോവും. എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഗതിയില്ലാതായപ്പോൾ ഞാനില്ലാത്ത സമയം നോക്കി ഈ വീട്ടിൽ വലിഞ്ഞു കയറിയ ഒരു പ്രേതം എന്ന്. അപ്പോൾ പിന്നീട് അലീനയാണെങ്കിൽ മനുവിനെ വിളിച്ച് വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നു. മേജറുമായിട്ട് അടിപൊട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയാണെന്ന് അലീന പറയുമ്പോൾ അവിടുത്തെ കേണലോട് വഴക്കിനാടുള്ള ഗഡ്സൊക്കെ നിനക്കുണ്ടോ എന്ന് മനു തമാശയായിട്ട് ചോദിക്കുന്നു. ഏതായാലും മനു വൈകാതെ അലീനയെ കാണാനായിട്ട് കുളത്തൂപ്പുഴയിലേക്ക് എത്തുമെന്ന സൂചനയോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മാത്രമല്ല വൈജിയുടെ അഹങ്കാരത്തിന് മക്കളുടെയും ബാലചന്ദ്രൻ്റെയും ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് തിരിച്ചടികൾ കിട്ടുന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അതുപോലെ സ്റ്റാൻലിയുടെ അനാവശ്യമായിട്ടുള്ള നിയമങ്ങൾക്ക് മുൻപിൽ തലകുനിക്കാതെ സ്വന്തം അച്ഛനാണെങ്കിൽ പോലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന അലീനയും
ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റിവ്യൂവുമായിട്ട് വീണ്ടും കാണാം. താങ്ക്